السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നൻകെത്ത ഹദീസാണ് അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ദുആ ചൊല്ലത് ഒരു മുഅ്മിൻ്റെ ആയുധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയുധം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുകൂ, പ്രൊട്ടക്ഷൻക്ക് ബച്ചാവാകൂ, എല്ലാത്തും ഉപയോഗപ്പെടുത്തുന്നതാണ്. ആയുധം ആവശ്യമാണ് മനുഷ്യർ. അപ്പോൾ ഒരു മുഅ്മിനായ ആളെ ആയുധം എന്താണ്? കത്തിയ, ദൊണ്ണമ, കടുക, അതൊന്നും അല്ല. മുഅ്മിൻ്റെ ആയുധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടെ സിലാഹുൽ മുഅ്മിൻ ദുആ ആണ്. ദുആഉ സിലാഹുൽ മുഅ്മിൻ. സത്യവിശ്വാസിയുടെ ആയുധം ദുആ ഉണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിത്ത്. അപ്പോൾ ഏത് സമയത്തും ദ്വാർക്ക് ആരൊട്ടിയ പടച്ചോണ്ടൊട്ടിയ കേൾക്കണായത് പടച്ചോണ്ടൊട്ടിയാണ്. തൻ്റെതും മൗനാണ്. അള്ളാഹു അല്ലാണ്ട് തറകൊരാൾക്കും സാധ്യയില്ല, തടയുകും ഒരാൾക്ക് സാധ്യയില്ല. അപ്പോൾ ഒരു ഈമാനുള്ളെത്ത ആൾ അവൻ്റെ പ്രൊട്ടക്ഷനായിട്ട്, അവൻ്റെ പിടിവള്ളിയായിട്ട് അവൻ എപ്പോഴും സ്വീകരിക്കണായത് ദ്വാ ആണ്. അള്ളാഹുടൊട്ടിക നിരന്തരമായി ദ്വാർക്കണം. ദ്വാർക്കു പറ്റിയെങ്കത്തെ കുറേ സമയങ്ങളുണ്ട്. സിഹാമുൽ ഇസാബ ഫി ദഅവാത്തിൽ മുസ്തജാബ എന്ന് ചൊന്നിട്ട് സുയ്യിത്ത് ഇമാം റഹിമഹുല്ലാഹ് ഒരു കിതാബുണ്ട്. അത് നോക്കിയിട്ട് ദ്വാത്തെ ಬಗ್ಗೆ കുറേ ക്ലാസ് എടുത്ത് ദ്വാ എപ്പോഴാണ് ദ്വാർക്കണേ, ദ്വാത്ത് ഉത്തരം കിട്ടണമെങ്കെത്ത ടൈമു, അതുപോലെ ഉത്തരം കിട്ടണമെങ്കെത്ത ദ്വാ, വലിയ മഹത്വമുള്ള കുറേ ദ്വാകൾ അതിൽ പരിപാട്ട്. അപ്പോൾ ഞാൻ ചൊന്നത് ഒരു മനുഷ്യരെ, സത്യവിശ്വാസിയുടെ, മുഅ്മിൻ്റെ രക്ഷപ്പെടുകയുള്ള ആയുധമാണ് ദ്വാ. അള്ളാഹുലൊട്ടി എപ്പോഴും കേൾക്കുക, എത്രയും കേൾക്കുക. അതേ സമയത്ത് ദ്വാത്ത് ഉത്തരം കിട്ടണമെങ്കെത്ത കുറേ സമയങ്ങളുണ്ട്. വിശേഷത്ത രാത്രി സമയങ്ങളിൽ ഫജർക്ക് മുന്നൊലെഞ്ചിട്ട് തഹജ്ജുദ് കെഞ്ചിട്ട് നടത്തണമെങ്കെത്ത ദ്വാ, ആ ദ്വാത്തുകെല്ലാം അള്ളാഹു ഉത്തരം കൊടുക്കുക. ഉത്തരം കിട്ടുന്ന ദ്വാ ഏതാണ്? അയ്യുദ്വാ അസ്മാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദ്വാ ഒന്നും നിസ്കാരത്തിൽ പിറകെയുള്ള ദ്വാ ആണ്. നിസ്കാരത്തിൽ പിന്നെ ദ്വാർക്കാണ്ട് പോകുക തീറ. ചില ആൾമാർ അർജൻറ്റും ചൊന്നിട്ട് നിസ്കരിച്ചിട്ട് അങ്ങ് ഓർഡറാർ. നിസ്കരിച്ചാൽ പിന്നെ ദിക്ർ ദ്വാ നടത്തിയേ പോണു. ആ ദ്വാത്ത് ഉത്തരമുണ്ട്. പിന്നൊന്ന് ജൗഫല്ലൈൻ, രാത്രിയുടെ ഉൾഗത്താക്കിടക്കെത്ത ദ്വാ. എല്ലാവരും ഉറങ്ങിട്ടിക്കിടാറ്, നിശബ്ദമാണ്. റബ്ബുടൊട്ടിക ഡയറക്റ്റ് നാൻ നടത്തിറങ്ങിക്കെത്ത മുനാജാത്ത്, സംഭാഷണ. ആ സമയത്ത് നടത്തുന്ന ദ്വാത്ത് ഉത്തരം കിട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും. അപ്പോൾ നക്ക് എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഏത് സമയത്തും നാണ് സ്വീകരിക്കണമായത് ദ്വായാണ്. അള്ളാഹുടൊട്ടിക ദ്വാർക്കണം, നിരന്തരമായ ദ്വാ. ചിലപ്പോൾ ദ്വാത്ത് ആമീൻ ചൊല്ലു ടൈമില്ല, ദ്വാർക്കും ടൈമില്ല. ചൊല്ലത് ദുരന്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗಂಟೆಗಟ್ಟಲೆയാണ്, ദിനങ്ങളോളമാണ് ദ്വാർന്നുകൊണ്ടിരുന്നത്. അറഫത്തിൻ്റെ എത്ര ഗಂಟೆയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദ്വാർക്കട്ടെ. അല്ലാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബതുക്കെ ജീവിതമേ ദ്വായാണ്. അള്ളാഹുടൊട്ടിക ദ്വാർക്കടെ. അദ്വാ മുഖുൽ ഇബാദ. ഇബാദത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ദ്വാ. ദ്വാ ചൊല്ലത് വലിയൊരു ഇബാദത്താണ്. അള്ളാഹു സമർപ്പിക്കണമെങ്കിൽ ആരാധനയാണ്. പഠിച്ചോണു ഭയങ്കര ഇഷ്ടാവുന്നതാണ് ദ്വാ. കാരണം ദ്വാൻ ചൊന്നെങ്കിൽ യജമാനയുടെ മുന്നിൽ ഞാൻ വിനയം കാട്ടുന്നതാണ്. നക്ക റബ്ബുള്ളാന്ന് ചൊല്ല ബോധം എൻ്റെ കൽബുൽ വണ്ട്. അപ്പോൾ പഠിച്ചോണു ഭയങ്കര ഇഷ്ടാവുണ്ടാണ്, ഭയങ്കര വിഷയമാണ്. ഉത്തരം കിട്ടില്ല എന്ന് ചൊന്നിട്ട് ബേജാറായിട്ട് ദ്വാർക്കാണ്ടിക്കോ തീറ. അതും ഹദീസിലുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൗണ്ട് ഉണ്ടായെങ്കിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനൊട്ടി അള്ളാഹു ചൊല്ലോളാം, തിരി ലേറ്റാവട്ടെ, ഇപ്പോൾ കൊടുക്കണ്ട, അയാളെ സൗണ്ട് കേൾക്കുമെന്നൊക്കെ ഇഷ്ടമാണ്. അഥവാ ഒരെത്ര ദ്വാ പിന്നെയും 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 കേൾക്കുമ്പോൾ പഠിച്ചോണ് ഭയങ്കര കുസിയാവും. കൊണ്ട് സൗണ്ട് കേൾക്കുന്നതേ പഠിച്ചോണ് കുസിയാണ്. അല്ലാത്ത മോശപ്പെട്ട ആൾമാർ ചിലപ്പോൾ വെറും എന്തും ആവാത്ത ആൾക്ക് ധാരാളം പഠിച്ചോണ്ട് കൊടുക്കുക. അവൻ്റെ ദ്വാത്ത് ഉത്തരം കിട്ടും, നക്കെൻ്റെ കിട്ടില്ലേ ചൊല്ലണ്ട. ഹദീസിൽ കണ്ട് ചിലപ്പോൾ മോശപ്പെട്ട ആളുണ്ടെങ്കിൽ വേഗർക്ക് കൊടുക്കുമോ, അവൻ്റെ സൗണ്ട് കേൾക്കുമെന്നൊക്കെ ഇഷ്ടമല്ലാണ്ട് അള്ളാഹു ചൊല്ല. അപ്പോൾ ദ്വാത്ത് ഉത്തരം കിട്ടില്ല എന്ന് ചൊന്നിട്ട് ബേജാറാവേണ്ട. ഉത്തരം കിട്ടാറ് പല ടൈപ്പുണ്ട്. ദ്വാൻ ചൊല്ലത് ഒരു വലിയ ഇബാദത്താണ്. ആ നിയത്തിൽ നിരന്തരമായി ദ്വാ നടത്താം. അത് നൻ്റെയും പഠിച്ചോണ്ടെയും നടുവിലുള്ള വല്ലാത്തൊരു സംബന്ധമാണ്. അപ്പോൾ എല്ലാം പഠിച്ചുകൊണ്ടൊട്ടി കേൾക്കുക. അവനക്ക് മടിയാവില്ല. മനുഷ്യരൊട്ടി കേട്ടെങ്കിൽ മടിയാവിടുക. ഉറക്ക തരുക, ജണ്ടുവട്ട തരുക, പിന്നെ അവನು ബന്ധാക്കി വെക്കുക, നിൻ്റെ കണ്ണിങ് മുണ്ടാല തപ്പാട്ടിട്ട് ഓടുക. മനുഷ്യരുടെ സ്വഭാവമാണ്. പക്ഷേ ഇന്നല്ലാഹ ലായമൽ, പഠിച്ചോന് ഒരിക്കലും മടിയാവില്ല. അബുദ് ഒരടിമ എത്ര കേട്ടെങ്കും പഠിച്ചോന് ഭയങ്കര കുസിയാണ്. കേൾക്കാണ്ടിക്കുന്നതാണ് പഠിച്ചോന് കർസവണ്ടേ. അപ്പോൾ പഠിച്ചോണ്ടിട്ട് ദ്വാർക്കണം. ദ്വാർക്കുമ്പോൾ കുറേ ആദാബുകൾ, ശിസ്തു, മര്യാദ എല്ലാം ഉണ്ട്. അതെല്ലാം പാലിച്ചിട്ടുള്ള നല്ല ദ്വാ, അത് ഇബാദത്താണ്. അള്ളാഹുലൊട്ടിಗೆ ഹൈറായത് നക്ക് താറബ്ബേ ദ്വാർക്ക. ചിലപ്പോൾ നക്ക് ഇന്നത് ഹൈറിട്ട് നക്ക് തോന്നും, നക്കത് വേണം. പക്ഷെ അതിൽ ഹൈറിക്കാല ഷർറിക്കും. അത് ചിലപ്പോൾ നക്ക് കിട്ടില്ലെങ്കിൽ ഞാൻ ബേജാറാവുന്നുണ്ടില്ല. കാരണം എൻ്റെ ഹൈറും ഷർറും ഗൊന്തുള്ളത് പഠിച്ചോണാണ്. അതുകൊണ്ട് അവനു ഏൽപ്പിച്ചുകൂടാ. റബ്ബേ, ഞാൻ സ്വറാക്കടെ കാരണങ്ങളുമായി ബന്ധപ്പെടുക, നക്ക് എന്താണ് ഹൈർ അത് നക്കൊന്തില്ല. നൻ്റെ ഹൈർക്ക് നീയത്തോട്ടണം. ഔസിൽന ഇല ഹൈരി മഖാസിദിന,
ഞങ്ങളെ ലക്ഷ്യങ്ങളിൽ നിന്ന് ഹൈറായതുക്ക് ഞങ്ങളെ നീ എത്തുവാട്ടണു. നക്കെന്താണോ ഹൈർ ആ ഹൈർ നീ നക്കെത്തുവാട്ടി തരണു. ഇങ്ങനെ അള്ളാഹുടൊട്ടിയത് വർക്ക് ഏതാണ് ഹൈർ ഏതാണ് ഷർറ് നക്കൊന്തില്ല. നക്കിത ഇന്ന് ജാഗ പോണുണ്ടു എൻ്റെ ഉദ്ദേശം അത് ഹൈറാ ഷർറ നക്കൊന്തില്ല. ഹൈറാങ്ക് നക്ക് നീ എത്തുവാട്ടി. ഇത് നല്ല ദ്വായാണ്. ഇങ്ങനെ ദ്വാർക്കും പഠിച്ചോണ്ട് വലിയ ഇഷ്ടമാവുള്ളൂ. കാരണം ഞാൻ എൻ്റെ റബ്ബുക്ക് വിട്ടുവിട്ടെ നക്കത് വേണുണ്ടുണ്ട്. പക്ഷെ അത് ഹൈറാ ഷർറ നക്കൊന്തില്ല. നീ അത് നക്കെത്തുവാട്ട്. അപ്പോൾ ചിലപ്പോൾ നല്ലതിക്ക് ഉംറത്ത് പോകണ ഒരാൾ ഭർത്തായിത്തൊന്ന് വിചാരിക്കുക വണ്ട നിങ്ങൾ അയാൾ പോകണുണ്ടുണ്ട് ദ്വാർന്നുകൊണ്ടുണ്ട് എത്തില്ല. ആ ഉംറ ഷർറുണ്ടല്ല ഞാൻ ചൊന്നുകൊണ്ടില്ല. ആ ടൈമിൽ പോവാൽ നിൽക്ക് ഹൈറായിട്ടിക്കാല ഹൈറായ ടൈം എപ്പോൾ ഉണ്ട് അപ്പോൾ പഠിച്ചോന്ന് എത്തുവാട്ടോ. ഹജ്ജാവട്ടെ ഉംറാവട്ടെ ഏത് ഇബാദത്താവട്ടെ ദ്വാർക്കുമ്പോൾ അള്ളാഹുടൊട്ടിക്ക് ചെല്ല റബ്ബെ ഹൈർ ഏത് ഷർറ് ഏത് നക്കൊന്തില്ല. അതുകൊണ്ട് നക്ക് നീ ഹൈറായത് എത്തുവാട്ടണോ. ഇതാണ് അമ്പിയാക്കന്മാർ സാലിഹീങ്ങൾ എല്ലാം അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിത്ത് ഞാൻ വിചാരിച്ചത് എല്ലാം ആവണുണ്ടില്ല കിട്ടണുണ്ടില്ല ഹൈറാവുക ദ്വാർക്കാം. ഒരാളൊരു തമാശ ചന്ത് ഒരു പെണ്ണോട് പ്രേമിക്കിടെങ്കിട്ടായി പ്രേമായിട്ട് മൂത്തു ടൗണുക അപ്പുറം എത്തിയിട്ട് പ്രേമാൻ ചെന്നാൽ പിന്നെ കണ്ണും കാതെല്ലാം പൊട്ടു. പിന്നെ അങ്ങനെ എങ്ങനത്തെ തേങ്ങോണുക അത് വേണം. അപ്പോൾ ദ്വാർക്കോ ചെന്നവൾ അപ്പോൾ അയാൾ ദ്വാർന്നത് ഹൈറാങ്ക് പഠിച്ചോണ്ട് എത്തുവാട്ടെ അവൻ അപ്പുറം ദ്വാ പരിപാടി കൊടുക്കണം. അങ്ങനെ ദ്വാർക്കോ തീരാ നിങ്ങൾ ഹൈറല്ലെങ്കിൽ ഹൈറാവുക വേനായി ദ്വാർക്കോറും ഓൻ്റെ കണ്ണങ്ങ് പൊട്ടിപ്പോയിട്ട് ഓണക്ക് അതേ കിട്ടണം. അപ്പോൾ ചൊന്നത് അങ്ങനെയല്ല റബ്ബെ നക്കെന്താണോ ഹൈർ അതുക്ക് നീ എത്തുവാട്ട്. നൻ്റെ ഹട്ട ചിലപ്പോയിക്കും നക്കഥയാവണം അങ്ങനെ ഇങ്ങനെയല്ലേക്കും അതൊന്നുമല്ല. അപ്പോൾ അള്ളാഹുടൊട്ടിಗೆ ഏത് ചെറിയ ടൈം മുതൽ എല്ലാ സമയത്തും എല്ലാ നേരത്തും പഠിച്ചുകൊണ്ടൊട്ടിಗೆ ദ്വാർന്നുകൊണ്ട് വേണു. കണ്ടവൻ അള്ളാഹുവാണ്, തടയിലവൻ അള്ളാഹുവാണ്. അവൻ്റെ ഖജനാവ് തീരാത്തതാണ്. അള്ളാഹു ആർക്ക് എന്ത് ഹൈർ വെച്ചില്ല എങ്ങനെ വെച്ചില്ല എല്ലാം പഠിച്ചോണിയും എന്താവും ചൊല്ലുകയല്ല. എങ്ങനെ ഇങ്ങനെ ഇന്നെനിക്ക് എത്താൽമാർ എങ്ങനെ അങ്ങനെയല്ല അവിടെ എവിടെ എവിടെയെല്ലാം എത്താറ് ഇത് എത്തുവാട്ടതാരാണ് അള്ളാഹുവാണ്. ഷാവുൽ ഹമീദ് ബാക്കവി ശാന്തപുരം ചൊല്ലെ ഒരാൾ മരണപ്പെട്ടു പോയിട്ട് വലിയ ഉത്തരേന്ത്യത്തിലെല്ലാം ദീനി ദാവാക്കിയെങ്കിത്തെ ധാരാളം മദ്രസകൾ ഉണ്ടാക്കിയെങ്കിത്തെ ഇണ്ട് നോർത്ത് ഇന്ത്യ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമി ദീനി ദാവ ഞങ്ങൾ ഉസ്താദുമാർ നടത്തിക്കൊണ്ടുള്ളാറുണ്ടെങ്കിൽ അതുക്ക് പിന്നെ ബീജ ഹാക്കിയെങ്കിത്തെ അതുക്ക് അടിസ്ഥാനം ഉണ്ടാക്കിയെങ്കിത്തെ ആളാണ് ഈ ചൊന്നെങ്കിത്തെ ബാക്കവി. അയാളൊരു ബുക്ക് ഞാൻ വായിച്ചത്. അതിൽ ചൊല്ലെ അയാളെ സംഭവങ്ങൾ ചൊല്ലെ ബുക്കാണ് അയാളെ ജീവിത ചരിത്രം. അതിൽ ചൊല്ലെ ഇയാൾ റായത്ത് കുറച്ച് മദ്രസ പഠിച്ചിട്ട് അയാൾ വെള്ളൂർ ബാക്കിയാത്തുകാണ് പോയി. അയാൾ മൂത്തൻ അവിടെ ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നു. ഹോട്ടൽ സ്വറാക്കാൻ ചെന്നിട്ടാൻ ചെറുതിൽ പോണ്ടേ നോക്കും മൂത്തൻ അവിടെ ഇല്ല. അയാൾ ഗൾഫിൽ പോയിട്ട് വിസ കിട്ടിയിട്ട് ആ ബാക്കിയാത്ത് കോളേജിലെ ക്യാൻറ്റീനിൽ അയാൾ ചായ കൊടുക്കൂ. അയാൾ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ട് ചായ കൊടുക്കൂടെ ഉസ്താദുമാർക്കും മക്കളിലെ ചായ കൊടുക്കൂടെ. അങ്ങനെ അയാൾ അവിടെ നിസ്കാരത്തിൽ അല്ലാത്തെല്ലാം ഇങ്ങനെ കൂടെ തുടങ്ങിയിട്ട് അപ്പോൾ അവിടെ ഉസ്താദുമാർ ശ്രദ്ധിച്ചാറ്. അവിടെ പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി ഉസ്താദ് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ശ്രദ്ധിച്ച ഇയാളിങ്ങനെ ചായ കൊടുത്തോണ്ടിരിക്കുന്ന അയാളല്ല പഠിക്കുന്ന അയാളെന്ന് ചെന്നിട്ട് അവിടെ പഠിക്കുക കൂട്ടിയാറ് അയാളെ. അങ്ങനെ അവിടെ 2 വർഷം പഠിച്ചിട്ട് പിന്നെ റായത്ത് പഠിച്ചിട്ട് പിറക് വീണ്ടും ബാക്കിയാത്ത് പോയിട്ട് ബാക്കവി ബിരുദെടുത്തിട്ട് പിന്നെ നോർത്തിൽ ഏറ്റവും വലിയ ആളായി അറിയപ്പെട്ടിട്ട് ഞാൻ വിചാരിച്ചത് ഒരു ചായ കച്ചവടം ഒന്നുമല്ല ചായ കൊടുക്കണമെങ്കിൽ സ്വറാക്കോ ഒരു ക്യാൻറ്റീനിൽ സ്വറാക്കോ പോയ ആൾ ഏറ്റവും വലിയ ആലിമായിട്ട് വലിയ ദാവത്തിന് നേതൃത്വം കൊടുക്കണമെങ്കിൽ ഒരവസ്ഥയ്ക്ക് എത്തുവാട്ടിത്ത്. ഇതാണ് എത്തുവാട്ടതാരാണ് പഠിച്ചോനാണ് അള്ളാഹുവാണ്. ആര് എന്തിര എപ്പോൾ എങ്ങനെ ആവാൻ ചൊല്ലുക സാധ്യമേ ഇല്ല. അതുകൊണ്ട് എല്ലാ സമയത്തും പഠിച്ചുകൊണ്ടിട്ട് തുറന്നുകൊണ്ടിരിക്കുക അള്ളാഹു എനക്ക് നീ ഇസ്തിഖാമത്ത് തരണു, നേരായ തെറു തരണു, ഹൈറ് നൻ്റെ നീ എത്തുവാട്ടണു, എൻ്റെ മനസ്സിക്ക് സമാധാനം തരണു. ദ്വാർക്കുണായത് അള്ളാഹുടൊട്ടിയാണ്. ദ്വാ വിട്ടിട്ട് കളിയില്ല. യാ റബ്ബി ഒരു 5 മിനിറ്റ് വരെ ദ്വാർക്ക് കുറിച്ചത്തില്ലാത്തെങ്കിൽ താൽമാരിക്കിടാറും ചൊല്ലത് അത് മുസീബത്താണ്, അവൻ്റെ ദുരന്താണ്. അവനിപ്പോൾ എനക്ക് വലിയ സൗകര്യം ഉണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് ചൊല്ലുക അതൊന്നും അല്ല. ഏത് സൗകര്യക്കെട്ട് ബേജാരിക്കെട്ട് എല്ലാ ടൈമിലും ദ്വാ മറന്നു പോകുന്നത് തീരാനിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിപാട്ടെ. ഷെയ്ഖ് അദ്ഹം അൽ ആസിമീൻ ചൊല്ലെങ്കിത്ത് സിറിയക്കാരനായ വലിയൊരു ആലിമുണ്ട്. ഞങ്ങൾ അൽ ഖസസുൽ ഖുർആൻ ഈ ക്ലാസ്സിലെടുത്ത കുറേ സരണി ആ മഹാൻ്റെ കിതാബ് നോക്കിയിട്ടാൻ ചൊന്ന ഹയാത്തുള്ള വലിയ ആലിമാണ് അയാളൊരു അനുഭവം ചൊല്ലുന്ന ഞാൻ കേട്ട ഒരു ക്ലാസ്സിൽ ലൈവ് വീഡിയോ ക്ലാസ്സിൽ അയാൾ ചൊല്ലുക ഒരാളെ കാട്ടിയിട്ട് അയാളിൻ്റെ വലിയ ആലിമാണ്, എല്ലാ വിഷയം കൊണ്ടുള്ളെങ്കിൽ വലിയ ആളാണ്. അയാൾ ചൊല്ലുക ഞാനിങ്ങനെ പഠിക്കുക കാരണം അത് അയാളാണ് ജസാക്കല്ലാഹു ഖൈറാൻ ചൊന്നത്. ഞാൻ ഈ ഫുഡിനെ ಬಗ್ಗೆ പഠിക്കുകയാണ്. അയാൾ പോയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതിനെ ಬಗ್ಗೆ 5 വർഷം അത് പഠിച്ചിട്ട് അപ്പോൾ അയാളെ പിന്നൊരാൾ എന്താക്കിയിട്ട് ഒരു കോളേജിൽ കൂട്ടുവാനായിട്ട് സഹായിക്കിയിട്ട് പഠിക്കുക സഹായിക്കിയത് അയാളാണ്, കൊണ്ടുപോയി കൂട്ടിയത് അയാളാണ്, അഡ്മിഷൻ എടുത്തു കൊടുത്തത് അയാളാണ്. അപ്പോൾ ഇയാൾ ചൊല്ലെ ഇത്രയും വർഷമായിട്ട് ഈ ദഅവത്ത് നാനാക്കൂ ചൊല്ലുകൂ പഠിപ്പാട്ടു എല്ലാം കാരണം അയാൾ ആണ്. അതുകൊണ്ട് സദസ്യരെ വിളിച്ചിട്ട് അയാൾ ചൊന്നു എല്ലാവരും അയാൾക്ക് ജസാക്കല്ലാഹു ഖൈറാൻ ചൊല്ലറുണ്ട്. അപ്പോൾ ചൊന്നത് യന്ത്രമോ ആവുക പോയി വിചാരിച്ചെങ്കിത്ത ഒരാൾ അയാൾക്ക് തെറുകാട്ടി കൊടുക്കുന്നതും എല്ലാ ഹന്തത്തിൽ എത്തുവാട്ടത് പഠിച്ചോനാണ്. എത്ര വലിയ ഔലിയാക്കന്മാർ ധാരാളം മഹാന്മാരുള്ളാർ അങ്ങനെ ബാല്യ ബതുക്കു എങ്ങനെയല്ല ഇത്ത്. പക്ഷേ അങ്ങനെ വല്ലാത്തൊരു ടേണിംഗ് പോയിൻ്റ് അങ്ങ് കൊണ്ടായിട്ട് അപ്പോൾ ഞാൻ ചൊന്നത് ഇതുണ്ടാക്കിടവൻ പഠിച്ചോനാണ്, തണ്ടവൻ അള്ളാഹുവാണ്.
കേക്കവും അടിക്കോ തീറ നൻ്റെ എപ്പോഴും നീ ഹൈറുകെത്തുവാട്ടോന്നും ചൊന്നിട്ട് എല്ലാ ആണും പെണ്ണും ചെറിയവണും വലിയവണും A to Z എല്ലാ സമയത്തും പഠിച്ചുകൊണ്ടിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ട കിടാവുമനായിട്ട് മക്കത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം ദാഹിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഒരു തെല്ല് ദാഹ തീർക്കമുള്ള തന്നിക വരുന്നായിട്ടാണ് സഫാ മർവത്തടയിൽ പോയിടേ അള്ളാഹുടൊട്ടി കേട്ടത്. പക്ഷേ അള്ളാഹു കൊടുത്തത് സംസമാണ്. അന്ത്യനാൾ വരെ തീരാത്തെത്ത പ്രവാഹമാണ് കൊടുത്തത്. അവ ചൊന്നത് കൊടുക്കണവനാരാണ്? അള്ളാഹുവാണ്. അവൻ്റെ തീരാത്തതുണ്ട്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ഖജനാവുകൾ നിറഞ്ഞു നിന്നവൻ അള്ളാഹുവാണ്. തീരാത്തതുകൊണ്ടൊട്ടിയുണ്ട്. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു, ഏത് വസ്തുവായെങ്കിലും അതര ഖജനാവ് ഞങ്ങളെ മുട്ട ഉണ്ടു. നിങ്ങൾക്ക് എന്ത് വേണു? നിങ്ങൾക്ക് ഇൽമ് വേണ, നിങ്ങൾക്ക് തഖ്വ വേണ, നിങ്ങൾക്ക് സമ്പത്ത് വേണ, എന്തെല്ലാം വേണു എല്ലാത്ത ഖജനാവ് ഞങ്ങളെ മുട്ട ഉണ്ടുണ്ടാണ് പഠിച്ചോണ്ട് ചൊന്നുകൊണ്ടുള്ളേ. അവർ തണ്ടവൻ അള്ളാഹുവാണ്. ആക്കുണായ സ്വറ ദ്വായാണ്. അള്ളാഹുടൊട്ടി ഏതും കേൾക്കുക, എന്തും കേൾക്കുക, എത്രയും കേൾക്കുക, ഒരു മടിയുമില്ല. മനുഷ്യന്മാരൊട്ടി കേൾക്കുമ്പോഴാണ് മടിയാവിടെ. അവനാണ് പിന്നെ മുങ്ങുടെ നിൻ്റെ ക്യാറാക്കാണ്ടിക്കടെ നിൻ്റെ ഒട്ടി അവന് വർഷവണ്ടേ. പക്ഷേ പഠിച്ചോണു കേട്ടത്ര കുസിയാണ്, കേട്ടത്ര പഠിച്ചോൺ മുട്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. പഠിച്ചോണ്ട് അറിയവും അവൻ തന്ന നിഅമത്തുകൾക്ക് ശുക്രാക്കുകയും അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ട്. അള്ളാഹു ഞങ്ങളെ ഖൈറിലെത്തുവാട്ടട്ട്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.